ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിലാണ്. തൊടുപുഴ ഭാഗത്താണ്. മണിയന്ത്രം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മറ്റെന്താ രസതന്ത്രം മോഹൻലാലിൻ്റെ മൂവി ഷൂട്ട് ചെയ്ത ആ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആ മല, ആ നല്ല ഹൈലൈറ്റ് ചെയ്ത ആ മല കാണാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് അമ്മാവൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ഫുള്ള് ഇത് എന്താ പറയുക, ഒരു ഫുള്ളൊരു കാട് വനം അങ്ങനത്തെ ഒരു ഏരിയയാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും പശുവൊക്കെ ഉണ്ട്, കുഞ്ഞി നല്ല രസമുണ്ട്. അതുമാത്രമല്ല ഒരു വെയിലിൻ്റെ ഒരു സമയമാണ്. പക്ഷെ സാരില്ല, കാണാൻ വന്നതായതുകൊണ്ട് ഞാൻ പോകാം കാണാനായിട്ട് ഓടുന്നു. അപ്പോൾ അടുത്തെത്താറായി. പക്ഷെ ഇവിടെ അടുത്താണ്. ഇവിടുന്ന് കുറച്ചൊക്കെ നടന്നിട്ട് ഇപ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടില്ലേ, അത് അവിടെ നിന്ന് ഒഴുകുന്ന ചെറിയൊരു നദിയുടെ ഒരു ഇതാണ് ഇവിടെ കിടക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ചെറുത് മാത്രമാണ്, നമുക്കവിടെ എത്തണമുള്ളൂ. എന്ന് വെച്ചാൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പണ്ടുണ്ടായിരുന്നൊരു മുട്ടപ്പഴം എന്ന് പറഞ്ഞൊരു പഴമില്ലേ, എന്ന് വെച്ചാൽ ഒരു പഴം, ഒരു മഞ്ഞ കളർ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക, ഈ ഫ്രാഷൻ ഫ്രൂട്ട് കഴിക്കില്ല, അതുപോലത്തെ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് ഇതിന്. ഞാൻ പണ്ട് കഴിക്കുന്നത് ഫ്രണ്ടായി നിൽക്കണം. അപ്പോൾ അത്ര ഇവിടെ നല്ല വ്യൂ ആണ്. നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു രാവിലെയൊക്കെ വന്നാൽ കാണാൻ പറ്റിയ ഒരു വ്യൂ ആണ് ഇവിടെ. നല്ല രസമാണ് കാണാൻ. മാത്രമല്ല സൂര്യൻ ഉച്ചയിലൊക്കെ വന്ന് നിൽക്കണം, അത്രയ്ക്കും വെയിലാണ്. സൺസ്ക്രീനൊക്കെ പൊട്ടിക്കൊണ്ട് വരും, വരേണ്ടി വരും, അതുപോലെ വെയിലാണ് ഇവിടെ. പക്ഷെ നല്ല രസമുണ്ട്. അതിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകണം നല്ലൊരു ഇത് കാണണമെങ്കിൽ. ഇപ്പം നല്ല കാറ്റ് വന്നു, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. മാത്രമല്ല ഇതിൽ കൂടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അരുവിയിലെ ആൾക്കാർ അതിൻ്റെ അവസാന ഭാഗത്തൊക്കെ വലിയൊരു അരുവിയാണ്. അപ്പോൾ എല്ലാവരും കുളിക്കാനൊക്കെ പോകും. സോ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്തു. അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാ വ്യൂവും എല്ലാം ആസ്വദിച്ച് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ഫോണിലിങ്ങനെ ഷൂട്ട് ചെയ്തൊന്നു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ സമയം ഒരു ശരിക്കും ഉച്ചയൊക്കെ ആവാറായി. അപ്പോൾ പിന്നെ പോകാമെന്ന് കരുതി.